ചങ്ങനാശ്ശേരി രൂപതയുടെയും മെത്രാനച്ഛനായ തറയിൽ പിതാവ് ഒരു ദിവസം വിശ്വാസികളുടെ ഒരു ചെറിയ സമൂഹത്തോടൊപ്പം ഇരുന്ന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയായിരുന്നു. പിതാവിനോട് അവിടെ കൂടിയിരുന്നവർ ചോദിച്ചു, കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് പരമപ്രധാനമായ പുണ്യം ഏതാണ്? അദ്ദേഹം പറഞ്ഞത് അവരെ കരുണയുടെ രീതിയിൽ ഇടപെടാൻ, കരുണയോടെ കാര്യങ്ങൾ നോക്കിക്കാണാനും, കരുണയോടെ സംസാരിക്കാനും, കരുണയോടെ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾ ദൃഢീകരിക്കാനും പഠിപ്പിക്കുക. കരുണ അതിന് അടിസ്ഥാനം ആയിരിക്കണം. ഏത് കാര്യത്തിൽ കരുണയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക, കാരുണ്യപൂർവ്വം മറ്റുള്ളവരോട് സംസാരിക്കാനും ഇടപെടാനുമൊക്കെ അവരെ രൂപപ്പെടുത്തുക. അടുത്ത ആൾ ചോദിച്ചു, ദാമ്പത്യ ജീവിതം ഭദ്രമായി പോകാൻ എന്താണ് വേണ്ടത്? അവിടെ അദ്ദേഹം പറയുന്നത്, പരസ്പരം കരുണയോടെ പ്രവർത്തിച്ച് ജീവിക്കാൻ സാധിച്ചാൽ ദാമ്പത്യ ജീവിതം ഒരു ഭാരമല്ലാതായിത്തീരും. ഇങ്ങനെ സന്യസ്ത ജീവിതം, വൈദികരുടെ ജീവിതം എല്ലാം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ: കരുണയോടെ പെരുമാറുക, കരുണയോടെ സംസാരിക്കുക, കാരുണ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കുക. എങ്കിൽ എല്ലാ ജീവിതവും അതിൻ്റെ വിജയത്തിലെത്തിച്ചേരും. എന്താണ് കരുണയ്ക്കുള്ള പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, മനുഷ്യരെല്ലാം അപൂർണരാണ്, പൂർണ്ണരായിട്ടുള്ള ആരുമില്ല. എല്ലാവർക്കും അവരുടേതായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. ആ കുറ്റങ്ങളെയും കുറവുകളെയും മനസ്സിലാക്കി കരുണയോടെ അവരോട് പെരുമാറാനും സംസാരിക്കാനും ഇടപെടാനും ഒക്കെ സാധിച്ചാൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് കരുണ അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ബന്ധങ്ങളുടെ ഊട്ടിയുറപ്പിന് അടിസ്ഥാനമായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, കൊറിന്ത്യക്കാരുടെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ കർത്താവിനോടിരുന്ന് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നു, കർത്താവേ, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മകളാണ് പലപ്പോഴും കടന്നു വരുന്നത്. എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ട്, ആ മുള്ള എടുത്തു കളയാൻ എന്താണ് മാർഗം? കർത്താവ് അദ്ദേഹത്തിന് ഉത്തരം നൽകുന്നത്, അത് എടുത്തു കളയാനല്ല, പിന്നെയോ നിനക്ക് എൻ്റെ കരുണ മതി, എൻ്റെ കാരുണ്യം മതി, അല്ലെങ്കിൽ എൻ്റെ കൃപ മാത്രം മതി. നിന്റെ കുറവുകൾ, നീ ആഗ്രഹിക്കുന്ന നന്മകൾ നിനക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മകളാണ് സംഭവിക്കുന്നത്. ഈ ബോധ്യം നിനക്കുണ്ടല്ലോ, ഇനി ദൈവത്തിന്റെ കൃപ മതി, ഇനി നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ വളരെ പ്രായമില്ലാത്ത, അതായത് 55 വയസ്സ് മാത്രം ഉള്ള ഒരാളുടെ മൃതസംസ്കാരമാണ്. അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ട്, എല്ലാവരും നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവരാണ്. പക്ഷെ ഈ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. ഈ കേരളത്തിന് പുറത്തൊരിടത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. മക്കളെ പഠിപ്പിച്ചു, വളർത്തി വലുതാക്കി. അപ്രതീക്ഷിതമായി ഒരു വലിയ രോഗത്തിന് അടിമയായി. അപ്പോൾ അദ്ദേഹം സഹോദരങ്ങളെ ഇത് അറിയിച്ചു, എനിക്ക് പെയിന്റിങ് അങ്ങനെയുള്ള ജോലികളാണ്, അതിന് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്, ഞാനൊരു രോഗത്തിനടിമയാണ്. ആദ്യം ഈ സഹോദരങ്ങളൊക്കെ സഹായിച്ചു. പക്ഷേ രോഗം മൂർച്ഛിക്കുമ്പോൾ സാമ്പത്തികം അധിക ചെലവ് വരുന്നു. പിന്നീട് ഫോൺ വിളിച്ചാൽ എടുക്കാതായി, ആരും പ്രതികരിക്കാതായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ചികിത്സ അതിൻ്റെ നല്ല രീതിയിൽ നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിൽ വന്ന് അദ്ദേഹം മരിച്ചു. ആ മരണത്തിന്റെ ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ആമുഖം പറയാനായി ഒരു വൈദികൻ വന്നു. കാരണം ശവസംസ്കാരം നടക്കുന്നത് ദൂരെയാണ്. അതേ സമയത്ത് അവരുടെ സ്വന്തം ഇടവകയിൽ ഒരു കുർബാന വെച്ച് ഈ സഹോദരങ്ങളെല്ലാം ആ കുർബാനയിലാണ് പങ്കെടുക്കുന്നത്. അവിടെ പോയാലും കാശ് ചിലവാകുമല്ലോ എന്നുള്ള ചിന്തയായിരിക്കും ഇവരെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. പക്ഷെ അവർ വളരെ ദുഃഖത്തിലും വളരെ ഹൃദയഭേദകമായ രീതിയിൽ കരഞ്ഞും വിലപിച്ചും ഒക്കെയാണ് ഇവർ ഈ കുർബാനയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ആമുഖം പറഞ്ഞ വൈദികൻ പറഞ്ഞ വാക്കുകൾ,
അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ അൾത്താരയിൽ ഈ ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കുരിശിന്റെ വഴിയിലെ 8ാമത്തെ സ്ഥലമാണ്. കുരിശിന്റെ വഴിയിലെ 8ാമത്തെ സ്ഥലം ജെറൂസലേം സ്ത്രീകൾ യേശുവിനെ ഓർത്ത് വിലപിക്കുന്നതും യേശുവിന്റെ പീഡകളെ ഓർത്ത് ധാരധാരയായി കരയുന്ന ഒരു വളരെ ദുഃഖകരമായ രംഗമാണ്. ആ അവസരത്തിൽ യേശു പറയുന്ന വാക്കുകളുണ്ട്, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. ഈ വൈദികൻ എന്നിട്ട് ആമുഖത്തിൽ അടുത്തത് പറയുന്നത്, എനിക്കും ഇപ്പോൾ പറയാനുള്ള ഇതാണ്, മരിച്ചുപോയ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കരയണ്ട, സങ്കടപ്പെടേണ്ട. കാരണം ഈ ഭൂമിയിൽ ഒത്തിരി കഷ്ടപ്പെട്ട് വേദനിച്ച് ആണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന് തീർച്ചയായും സ്വർഗരാജ്യം ലഭിക്കും. പക്ഷെ നിങ്ങളെ ഓർത്ത് കരയണം. കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ പലപ്പോഴും നിങ്ങൾ മുഖം തിരിഞ്ഞു നിന്നവരാണ്. നിങ്ങളാരും അദ്ദേഹത്തെ അമിതമായി സഹായിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് കരുണ കാണിച്ചിട്ടില്ല. കരുണ കാണിക്കാത്തത് കൊണ്ട് നിങ്ങളെ ഓർത്ത് കരഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയോ കരയുകയോ വിലപിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യാതെ പോയ കാരുണ്യ പ്രവർത്തിക്ക് അതിന് ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും അതിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുകയും അതിനെ ഓർത്ത് കരയുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കരയേണ്ടത്, നമ്മളെല്ലാം വിലപിക്കേണ്ടത്, നമ്മളെല്ലാം ഓർത്ത് ദുഃഖിക്കേണ്ടത് നമ്മുടെ തന്നെ കരുണയില്ലാത്ത വാക്കുകളെക്കുറിച്ച്, കരുണയില്ലാത്ത പ്രവൃത്തികളെക്കുറിച്ച്, കരുണയില്ലാതെ മറ്റുള്ളവരോട് പെരുമാറിയ നിമിഷങ്ങളെക്കുറിച്ചാണ്. അതാണ് പരമപ്രധാനമായിട്ട് വേണ്ടത്. സുവിശേഷത്തെ നമ്മൾ കാണുന്നു, പാപത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയെ കൊണ്ടു നിർത്തി അവരെല്ലാം കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുമ്പോൾ യേശു നിശബ്ദനായിരിക്കുകയാണ്. പിന്നെയും അവരുടെ നിർബന്ധം മുറുകി വരുമ്പോൾ യേശു അവരോട് പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ഓരോരുത്തരായി മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അവരെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ ബഹുമാനമാണ്. കാരണം സത്യസന്ധരായിരുന്നു. അവർ പാപികളാണെന്ന് അവർ സമ്മതിച്ചു. അതുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. ഇന്നത്തെ കാലത്താണെങ്കിൽ സമ്മതിക്കത്തില്ല, ഒരു വിധത്തിലും സമ്മതിക്കത്തില്ല. ഞാൻ പാപിയാണ് എന്ന്, എനിക്ക് പാപമുണ്ട്, തെറ്റുപറ്റിയെന്ന് നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മളതിനൊക്കെ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷെ അവരൊക്കെ തെറ്റുകാരാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഏറ്റവും ഒടുവിൽ യേശു ആ സ്ത്രീയോട് പറയുന്നത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഞാൻ നിന്നെ കല്ലെറിയുന്നില്ലെന്നല്ല, വിധിക്കുന്നില്ല. നീ സമാധാനം പോവുക, മേലിൽ പാപം ചെയ്യരുത്. അങ്ങനെ യേശുവിന്റെ പ്രവർത്തന മേഖലകളിലും മണ്ഡലങ്ങളിലും ഒക്കെ നോക്കിയാൽ നമ്മൾ കാണുന്നത് കരുണയോടെയുള്ള സംസാരവും കരുണയോടെയുള്ള ഒരു പ്രവൃത്തിയും. ഇതാണ് യേശുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. ഒരിക്കലും അവൻ വിധിക്കാനും കുറ്റമാരോപിക്കാനും മറ്റുള്ളവരെ ശിക്ഷിക്കാനുമുള്ള ഒരു മനോഭാവമല്ല. അവരെ സഹായിക്കുക, അവരുടെ രോഗങ്ങൾ മാറ്റുക, അവരുടെ വിശപ്പും ദാരിദ്ര്യവും ഒക്കെ മാറ്റിയെടുക്കുക. കരുണയോടെ മാത്രമാണ് യേശു അവരുടെ ഇടയിൽ പ്രവർത്തിച്ചത്. സക്കേവൂസിന്റെ ജീവിതകഥയിൽ നമ്മൾ കാണുന്നത്, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. എല്ലാവരും വിചാരിച്ചെന്തോ വലിയ പ്രശ്നം, അവനെ വഴക്ക് പറയാൻ പോകുന്നു, കുറ്റം വിധിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവനെതിരെ നടപടിയെടുക്കാൻ പോകുന്നു. കർത്താവ് പറയുന്നത്, എനിക്ക് നിന്റെ വീട്ടിൽ നിന്ന് താമസിക്കണം. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ചുങ്കക്കാരനായ പാപിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ താമസിക്കണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. അവിടെ ചെന്ന് ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു ഒന്നും പറയുന്നില്ല. സമർത്ഥമായി ഭക്ഷണം കഴിക്കുന്നു, ശിഷ്യന്മാരും കഴിക്കുന്നു. പക്ഷെ ഒരാൾക്ക് മാത്രം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, സക്കേവൂസിന്. അദ്ദേഹം ഉരുകുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? വഴക്ക് പറയുന്നില്ല, ശാസിക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല. സമർത്ഥമായി അദ്ദേഹം നൽകുന്ന ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഹൃദയവേദനയോടെ അദ്ദേഹം എഴുന്നേറ്റുന്ന, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 1ന് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കാം. യേശു അവനോടൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ എങ്കിലും ആ സന്ദർഭം, ആ സാഹചര്യം, യേശുവിൻ്റെ ആ മൗനം, അത് അവനിൽ മാനസാന്തരം ഉണ്ടാക്കുന്നു. നേരെ മറിച്ച് ആദ്യം വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൻ പറയും, ഞാൻ എടുത്തൊക്കെ തിരിച്ചു കൊടുക്കാം, പ്രശ്നം അവിടെ തീരും. നേരെ മറിച്ച് ഒന്നും വിധിക്കാതെ, ഒന്നും പറയാതെ സ്നേഹപൂർവ്വം അവനെ നോക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് പറയുന്നത്, 1ന് 4 ഇരട്ടിയായിട്ട് ഞാൻ കൊടുക്കാം. ഇതാണ് യേശുവിൻ്റെ കരുണയും സ്നേഹവും. പ്രിയമുള്ളവരെ, ഈ കരുണയിലും സ്നേഹത്തിലുമാണ് നമ്മളും വളരേണ്ടത്. ആരെയും വിധിക്കാതെ, ആരെയും കുറ്റം ആരോപിക്കാതെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കുക, അതാണ് അനിവാര്യമായിട്ടുള്ളത്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും ഒക്കെ അന്ത്യത്താഴ സമയത്തൊക്കെ നമ്മൾ നോക്കിയാൽ
അവരുടെ കൂട്ടായ്മയ്ക്ക് കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. യേശു വളരെ ഹൃദയവേദനയോട് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവരിത്രയും പേരേ ഉള്ളൂ. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർക്ക് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒറ്റിക്കൊടുക്കും എന്നുള്ള കാര്യം സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. നേരെ മറിച്ച് നമ്മളായിരുന്നെങ്കിൽ യേശു പറയുന്നതിന് മുമ്പ് പറയും, ഈ കൂട്ടത്തിൽ ചിലരൊക്കെ ഉണ്ട്, നിന്നെ ഒറ്റിക്കൊടുക്കാൻ സാധ്യതകളുണ്ട്. നമ്മൾ മുൻകൂട്ടി കണ്ട് ഗണിച്ചെടുത്തെങ്കിലും പറഞ്ഞേന്. ഇവർക്ക് അന്നേരവും സാധിക്കുന്നില്ല. യേശു പറയുന്നു, ഈ അപ്പം മുറിച്ച് ഞാൻ ആർക്ക് കൊടുക്കുന്നോ അവൻ ഒറ്റിക്കൊടുക്കും. എന്നിട്ട് യൂദാസിനും അപ്പം മുറിച്ച് കൊടുക്കുകയാണ്. യൂദാസ് അത് വാങ്ങിക്കുമ്പോൾ യേശു പറയുന്നു, നീ ചെയ്യാനുള്ളത് ചെയ്യുക. അതൊക്കെ പറഞ്ഞിട്ട് പോലും ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല യൂദാസ് ആണ് ഒറ്റിക്കൊടുക്കുന്നതെന്ന്. ഇത്രയൊക്കെ പറഞ്ഞ് അപ്പം മുറിച്ച് കൊടുത്തിട്ട് പറയുമ്പോഴും ഇവര് വിചാരിക്കുന്നത് പെസഹാ തിരുനാളിന്റെ സമയമായി, സാധനങ്ങൾ വാങ്ങിക്കുക, പണസഞ്ചി അവൻ്റെയിലാണ്, എന്തെങ്കിലും മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക, ഇതൊക്കെയായിരിക്കും യേശു വിചാരിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അവരുടെ കൂട്ടത്തിൽ. അതാണ് അവരുടെ കൂട്ടായ്മയുടെ വളർച്ചയുടെ കാരണം. നമ്മളൊക്കെയാണ് ഊഹിച്ചെടുത്ത് ഒത്തിരി കാര്യങ്ങൾ മുൻകൂട്ടി അങ്ങ് തീരുമാനിക്കും, ഇവനായിരിക്കും അവനായിരിക്കും എന്നൊക്കെ. അപ്പം മുറിച്ച് കൊടുത്തിട്ട് പോലും യൂദാസാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നതെന്ന് അവർക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരുത്തൻ ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതി അവർക്കില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവായി എന്ത് വന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യത്തില്ല എന്നൊക്കെ നമ്മുടെ കൂട്ടായ്മ വളരാൻ വേണ്ടത് ഇതുപോലെ കരുണയുടെ ഒരു ചിന്ത. കാരണം കുറവുകളുള്ളവരാണ് നമ്മളെല്ലാം, കുറ്റങ്ങളുള്ളവരാണ് നമ്മളെല്ലാം. പക്ഷെ നമ്മുടെയൊക്കെ മനോഭാവം ഞാൻ ഒഴിച്ച് അവരെല്ലാം പൂർണ്ണരായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ പെരുമാറണം, നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ചിന്തിക്കണം, നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ പ്രവർത്തിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാരണം അതാണ്. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറുക. നമുക്കൊക്കെ കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കുക. കരുണാപൂർവം, കാരുണ്യപൂർവ്വം മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അപൂർണതയുണ്ടെങ്കിൽ കരുണയോടെ അവരെ നോക്കിക്കാണുകയും ദൈവനാമത്തിൽ അവരുടെ കരുണയോടെ പ്രവർത്തിക്കുകയും ചെയ്യുക. കരുണയുടെ ഞായറാഴ്ച ദൈവം സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യപൂർവ്വം മറ്റുള്ളവരോട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾ സാധിക്കട്ടെ.